തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. യൂദത്തിന്റെ പുസ്തകം ആമുഖം. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും വൻ ശക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെറുസലേമിന്റെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ശക്തി കൊണ്ട് ചെറുത്തു നിൽക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിന്റെ പ്രത്യേക പരിപാലന അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു യഹൂദ യുവതിയെ കർത്താവ് ഇസ്രായേലിന്റെ വിമോചികയായി നിയോഗിക്കുന്ന സംഭവമാണ് യൂദിത് ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. അടിമത്തത്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിയുമ്പോൾ അസിറിയ രാജാവായ നബൂഖദ്നേസറിന്റെ സൈന്യാധിപൻ ഹോളോഫർണസ് ഇസ്രായേലിനെതിരെ വന്ന് ബെത്തൂലിയ പട്ടണം വളഞ്ഞു. മേദിയായ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ അസിറിയൻ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് സിറിയയെയും പലസ്തീനയെയും ആക്രമിക്കാൻ നബൂഖദ്നേസർ തീരുമാനിച്ചത്. ജെറുസലേമിലേക്കുള്ള ശത്രുവിന്റെ നീക്കം ചെറുത്തു നിൽക്കാൻ ബെത്തുലിയക്കാർക്ക് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ദാഹജലം ലഭിക്കാതെ ആശയറ്റ അവർ കീഴടങ്ങുന്നത് തീരുമാനിച്ചപ്പോൾ യൂദിത് എന്ന വിധവ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. ദൈവഭക്തിയായിരുന്ന അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിക്കുന്നു. അവന്റെ തലയുമായി അവൾ ഇസ്രായേൽക്കാരുടെ അടുക്കൽ തിരിച്ചെത്തുന്നു. ഇസ്രായേലിന്റെ നേരെയുള്ള ദൈവപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം വസ്തുനിഷ്ഠമായ ഒരു ചരിത്രമെന്നതിനേക്കാൾ പേർഷ്യൻ കാലത്ത് നടന്ന ഏതോ സംഭവത്തിന്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ്. സ്ഥലകാലങ്ങൾ പലയിടത്തും പൊരുത്തപ്പെടുന്നില്ല. ഈ കഥയുടെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ചരിത്ര സംഭവം ഏതെന്ന് അറിവില്ല. പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ജനങ്ങൾക്ക് ഉത്തേജനം നൽകുക എന്നതാണ് ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥം BC 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ പാലസ്തീനയിൽ വെച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. യൂദിത് 1-ാം അധ്യായം. നബൂഖദ്നേസറും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവയിൽ അസിറിയക്കാരെ ഭരിച്ചിരുന്ന നബൂഖദ്നേസറിന്റെ 12-ാം ഭരണവർഷമായിരുന്നു അത്. അർഫക്സാദ് രാജാവ് എഗ്ബത്താനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എഗ്ബത്താനായിക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നു പോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബൂഖദ്നേസർ രാജാവ് റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു.
അസ്രിയക്കാരുടെ രാജാവായ നബൂഖദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്കിയ, ദമാസ്കസ്, ലെബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്രതീര പ്രദേശങ്ങളിൽ വസിച്ചിരുന്നവർക്കും കാർമൻ, ഗിലെയാദ്, ഉത്തര ഗലീലി, വിശാലമായ എസ്ത്രേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമറിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലം വരെയും ബെഥനി, കെലൂസ്, കാദേശ്, ഈജിപ്തിലെ നദീതീരം, തഫ്കാനസ്, റാംസസ് എന്നിവിടങ്ങളിലും താനീസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസ്രിയ രാജാവായ നബൂഖദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നബൂഖദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്കിയ, ദമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തും. മൊവാബ് നിവാസികളെയും അമ്നോൻ ജനതയെയും യൂദയായിലും ഈജിപ്തിൽ ഇരു കടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ശപഥം ചെയ്തു. 17-ാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി. എഗ്ബത്താനയിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫക്സാദിനെ റാഗാവ് പർവ്വതനിരകളിൽ വെച്ച് ബന്ധസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി. അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. യൂദിത്ത് 2-ാം അധ്യായം. ഹോളോഫർണസിനെ അയക്കുന്നു. നബൂഖദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസ്രിയ രാജാവായ നബൂഖദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ സൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ചു പറഞ്ഞു: ഭൂമി മുഴുവന്റെയും അതിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എന്റെ മുമ്പിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 120,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖം ആസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എന്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിന്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുമ്പേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എന്റെ രാജ്യവുമാണ്, എന്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനകൾ
ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുത്. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫർണസ് അസ്രിയൻ സൈന്യത്തിലെ സേനാപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി. യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 1,20,000 പടയാളികളെയും അക്ഷാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്നും ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമ ദേശങ്ങളെല്ലാം തേര്, കുതിര, തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നെബൂഖദ്നേസർ രാജാവിന് മുമ്പേ പോയി. വെട്ടുകിളികളെ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനവയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബെത്ലേത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്ത് ഉത്തരകിഴക്കിയുടെ വടക്കുഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫർണസ് തന്റെ സൈന്യത്തെ മുഴുവൻ കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത്, ലുദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാൻ ദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായിലരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടിസിന്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടോമായിലൂടെ കടന്ന് അപ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്കിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും എതിർത്ത് നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിതിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി. ആട്ടിൻ പറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ദമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീ വെക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കീന, ജാമിനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭഗചകിതരായി തീർന്നു. അസോത്തൂസിലെയും അസ്കലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി. യൂദിത്ത് 3-ാം അധ്യായം. സമാധാനത്തിനു വേണ്ടി യാചിക്കുന്നു. അവൻ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നെബൂഖദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൻപുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വെക്കുന്നു. അവയോട് എന്തും ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫർണസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധന മന്ദിരങ്ങൾ തട്ടിത്തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നെബൂഖദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും
ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫർണസിന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോദാദിനു സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ത്രേലോണിന്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബയ്ക്കും സിഗ്ദോപോളസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. യൂദിത്ത് 4-ാം അധ്യായം. യൂദ പ്രതിരോധത്തിന് ഒരുങ്ങുന്നു. ഇത്രയുമായപ്പോൾ അസിറിയ രാജാവായ നബൂഖദ്നേസറിന്റെ സർവ്വ സൈന്യാധിപൻ ഹോളോഫർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളെല്ലാം, അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദയായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ. യൂദാജനം വീണ്ടും ഒന്നുചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലം ആയില്ല. അതിനാൽ അവർ സമറിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബെത്ഹോറോൺ, ബെൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്യം ബെത്തൂലിയായിലും ദോദാദിനു സമീപമുള്ള സമതലത്തിന്റെ എതിർവശത്ത് എസ്ത്രേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബെത്തോമെസ്താമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി. കാരണം ഇവയിലൂടെ യൂദ ആക്രമിക്കപ്പെടാം, എന്നാൽ പാത ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് 2 ആളുകൾക്ക് കടക്കാനുള്ള വീതി മാത്രമേ ഉള്ളൂ. അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്യമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിലെ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുമ്പിൽ വിരിച്ചു. ബലിപീഠത്തിനു ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി. തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ഇരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതരുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്യമും കർത്താവിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കൊടുത്ത് അനുദിന ദഹനബലികൾ അർപ്പിക്കുകയും ജനത്തിന്റെ നേർച്ചകളും സാപിഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു. അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.